ഇതാണ് ഛത്രപതി ശിവാജി മഹാരാജ് വസ്തു സംഗ്രഹാലയ. സംഗ്രഹാലയ അതൊരു മ്യൂസിയമാണ്. ഞാനൊന്ന് മ്യൂസിയം കണ്ടിട്ട് വരാം. നോക്കട്ടെ എങ്ങനെയാ പരിപാടി. ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു പാസ് എടുക്കണം. പാസ് എടുത്തിട്ട് വേണം നമ്മൾ ഈ മ്യൂസിയത്തിനുള്ളിലായിട്ട് കിടക്കാൻ. ഫോർ 1 person 200 ആണ് ഒരു ചാർജ് ചെയ്യുന്നത് ഒരു അഡൾട്ടിന്. ഫോർ കിഡ്സ് അവിടെ 100 ആണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ 10th January തൊട്ട് ഇത് ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം എന്തോ നടന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഔട്ട്ഡോർ പാർട്ടി പോലെ എന്താണ് ഇവിടെ എന്തോ സ്റ്റേജ് ഒക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട് ഈ മ്യൂസിയത്തിൻ്റെ ഔട്ട് സൈഡ്. സോ ഇതാണ് ഇതിൻ്റെ മൊത്തം ഒരു വ്യൂ. ആൻഡ് ലെറ്റ്സ് സീ ദിസ് മ്യൂസിയം എങ്ങനെയുണ്ടെന്ന്. ഇവിടാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതാണ് എൻട്രി വരിക. ലോസസ് മെഡൽ ഓരോ സാധനമാണിത്. ഫ്രാഗ്മെന്റ് ഫ്രം എ ഇറ്റാലിയൻ റെയിലിംഗ് ഓഫ് ദി ഗ്രേറ്റ് ബുദ്ധിസ്റ്റ്. ഇതൊരു ബുദ്ധൻ്റെ എന്ത് പരിപാടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഉള്ളടിപൊളി കൊള്ളാട്ടോ, സെറ്റപ്പാ. എന്തൊക്കെയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുള്ളൂ. കണ്ടിട്ട് എന്തോ വലിയ സെറ്റപ്പുള്ള പരിപാടി. ഇത് ബുദ്ധന്റെ എന്തോ പരിപാടിയാണ്. വാവ്. ഇത് നമ്മുടെ മറ്റേ സിനിമയിൽ, മലയാള സിനിമയിലെ ഒരു മറ്റേ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച ആ പരിപാടിയുള്ള ആളാണ് ഞാൻ തോന്നുന്നു. ഇവിടെ എന്തോ ഒരു മഹിഷ്മതി സാമ്രാജ്യത്തിന്റെ ഒരു കുട്ടി വേർഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നതാണോ എന്തോ നീരുറവയോ എന്തൊക്കെയോ ഉണ്ട്. ഇതിനെയാണ് ബാഹുബലി മറ്റേ പുഴ തുറന്നു വിട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മരത്തിൽ കയറി വരുന്ന സീനൊക്കെ ചെറിയ കുട്ടി മരങ്ങൾ, മരുഭൂമിയാന്ന് തോന്നുന്നത് കേട്ടോ. കണ്ടിട്ട് നോക്കൂ, ചെറിയ ചെറിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു TV ഓടുന്നുണ്ട്. എന്താണത്? കോഴിയോ കാക്കയോ? കാക്ക വരുമ്പോ ഓടുന്നു, അങ്ങനത്തെ സെറ്റപ്പാ. എനിക്ക് തോന്നുന്നു ഇവിടെ യുദ്ധം നടന്നാണെന്ന് തോന്നുന്നു. കാര്യമായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ ഇവരുടെ എന്തോ സെറ്റപ്പ് സാധനം, ദോൽവാരിയ അങ്ങനെ എന്തോ സാധനം കേട്ടോ. ഇത് അവരുടെ ഒരു ഹെറിറ്റേജിന്റെ എന്തോ ഒരു സ്റ്റാറ്റസോ എന്തോ വെച്ചിട്ട് കാണും. ഇത് ഓരോന്നിനെയും പറയുന്ന പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കേട്ടോ, ബാക്ക് ടു ഹോം പ്രസ് ചെയ്യാം. നമുക്ക് ക്രാഫ്റ്റഡ് ഉണ്ടാക്കിയ സാധനങ്ങൾ കാണാൻ പറ്റും. ജ്വല്ലറി പ്രൊഡക്ഷൻ. ഇതിന്റെ ഓരോരോ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വായിക്കണം, കുത്തിയിരുന്ന് വായിക്കണം. ഇതൊക്കെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഗോൾഡിന്റെ എന്തോ പരിപാടിയാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ എന്തോ സാധനമുണ്ട്. എന്താന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് പഴയ ബാത്ത് ടപ്പാ തോന്നുന്നത് കണ്ടിട്ട്. ബാത്ത് ടപ്പാണോ ഇത്? ബാത്ത് ടപ്പാണെന്ന് എങ്ങനെ അറിയാം? ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദ ഹർപ്പാൻ സിവിലൈസേഷൻ. ഇത് 1900 കാലഘട്ടത്തിലുള്ള സാധനം കണ്ടാട്ടോ ഈ സാധനങ്ങളൊക്കെ. ഇതെന്ത് സാധനം? ഇത് വല്ല വാറ്റുകുടം എല്ലാം കണ്ടാ തോന്നുന്നു. ഫോണൊക്കെ ഇട്ടിട്ടുണ്ട് ഇയർ പോകാനുള്ള. ഞാനെന്ത് സാധനം ആയിരിക്കും കേട്ടോ കണ്ടിട്ട്. കത്തി ഒക്കെ ഉണ്ട്. കത്തി, കടാര മുതലായ ഐറ്റങ്ങളെല്ലാം ഉണ്ട്. വാവ്. ആ സൈഡിൽ കുറെ ദേവികളൊക്കെ ഉണ്ട്. നോക്കട്ടെ എന്ത് സംഭവം. ഇവിടെ ഉണ്ട് കട്ടിപാട്ട സാധനങ്ങളൊക്കെ. ഇവരൊക്കെ ഇതിന്റെ ഏജ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം? ഇത് ആദ്യ പുരുഷന്മാർ യൂസ് ചെയ്ത കോടാലിയാണ്. ഇതാണ് കേട്ടോ ഇരുമ്പിന്റെ തണ്ട്. എനിക്ക് ഈ മരമൊക്കെ റീസെന്റ് പണിതതാ. ഇതിന്റെ സ്റ്റിക്ക് മറ്റേ ഇരുമ്പ് തണ്ട് മിക്കവാറും പഴയതായിരിക്കും. പക്ഷെ ഈ സ്റ്റിക്ക് കണ്ടറിയാം ഇത് ലേറ്റസ്റ്റ് വർക്കാണ്. ചൂണ്ടക്കൊളുത്തുണ്ട്, ആന, ഓരോന്നിന്റെ ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്കൊന്ന് പഴയ സാധനമാണ്. ഇത് പഴയ അമ്മിക്കല്ലാന്ന് തോന്നുന്നു, മരക്കല്ലോ ആ സാധനം. ഇത് 1695 കൂജ, വെള്ളം വെക്കുന്ന കൂജ.
ഇത് ശംഖ്, ഇത് AD 336 ശംഖ്. ഇതൊക്കെ വെള്ളം കുടിക്കുന്ന ഡപ്പയാന്ന് തോന്നുട്ടോ. ഇതെന്താ സാധനം എന്ന് വെച്ചാ എങ്ങനെയാ എന്തോ സാധനങ്ങളാണ് ഇതൊക്കെ. TV-യിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമേന്റെ മറ്റേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാധനം. ഇത് ബുദ്ധന്റെ ഒരു സാധനമാണ്. ഇവിടെ ബുദ്ധനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ബുദ്ധന്റെ ഒരു എത്ര വഴക്കം പഴക്കമുണ്ട് ഇതിന്. പഴക്കം ഒഡീസയിൽ വന്നതാണ്. ഒഡീസയിൽ കൊണ്ടുവന്ന സാധനമാണിത്. ഇത് സദ്ദാശിവ എന്നുള്ളൊരു സാധനമാണ്. മധ്യപ്രദേശ് എന്ന് പറഞ്ഞൊരു രൂപമാണിത്. മധ്യപ്രദേശിൽ ഇതും എന്തോ ഒരു സാധനമാണ്. ഇത് എന്തോ സന്ദീനാഥ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. കണ്ടോ? ഇവിടെ പേര് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇത് മഹാദേവ് പ്ലാസ്റ്റർ റിപ്ലിക്ക എന്ന് പറഞ്ഞ സാധനം. ഇതെന്തോ വലിയ സംഭവമാണ്. മഹാദേവൻ, അതായത് ശിവന്റെ എന്തോ ഒരു പരിപാടിയാട്ടോ ഇത്. കുറെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് ശിവന്റെ ഒരു പരിപാടി. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ. എന്റെ വിദ്യാഭ്യാസം എന്നെ ഇത്രയൊക്കെ പറയാൻ അനുവദിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ സഹിച്ചേ പറ്റത്തുള്ളൂ. ഇതാരത്? ശിവഗംഗ, ശിവഗാന എന്നുള്ള സാധനമാണ്. ശിവഗാനം കൊള്ളാം. ദിസ് ഈസ് ഓൾസോ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ വന്നിട്ട് ഒരു ഓഡിയോ ഹെൽപ്പർ ഉണ്ട്. ഒരു ഹെഡ്സെറ്റ് പോലൊരു സാധനമുണ്ട്. ഇത് നമുക്ക് കണ്ടോ ഈ പെണ്ണുങ്ങൾ വെച്ചേക്കുന്നുണ്ടോ? ഇതുപോലൊരു ഓഡിയോ സെറ്റപ്പ് സാധനമുണ്ട്. അത് നമ്മൾ അതിൻ്റെ മുന്നിൽ വന്നിട്ട് അതിനകത്ത് നമ്പറുണ്ട്. ആ നമ്പർ എല്ലാത്തിലും ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. എന്താ സാധനം, എന്താ പരിപാടി കൊടുക്കുന്നുണ്ട്. ഇതും എന്തോ സാധനമാണ്. വനദേവത. ഇത് വനദേവത കേട്ടോ. വനദേവത കണ്ടോ? ഇതുണ്ട്. സൂര്യനിൽ തുടങ്ങി പഞ്ചഭൂതങ്ങളാണ് മേലെ. സൂര്യൻ ഒരു ആൾരൂപമാണ്. ദെൻ ഓർണമെന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ പോത്ത്, കാട്ടുപന്നി, ഇത് ഏതായിട്ടും കുരങ്ങൻ, നീരാളി, ആമ, പാമ്പ്, കുതിര, തേള്, കൊക്ക്, ആട്, താഴെ പ്രാവാന്ന് തോന്നുന്നു. പ്രാവ്, മരങ്ങള്. അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. പട്ടി, പൂച്ച എല്ലാം വെച്ചിട്ടുണ്ട്. ആദ്യം മനുഷ്യര്, ഓർണമെന്റ്സ്. എനിക്ക് തോന്നുന്നു ഇത് ബോയ് ആൻഡ് ദിസ് ഇസ് ഗേൾ. അങ്ങനെയാണ്. അപ്പുറം സൂര്യനും ഇപ്പുറം ചന്ദ്രനും നക്ഷത്രങ്ങളും. വാവ്, ആ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ ഇപ്പറേ ഗരുഡ. ഇതാണ് ഗരുഡന്റെ ശിലാരൂപം വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സ്നേക്കാന്ന് തോന്നുന്നു. സ്നേക്കാണത്. അങ്ങനെ കണ്ടാണ് സ്നേക്ക് കൈ പിടിച്ചേക്കുന്നുണ്ടോ? ഗരുഡൻ. ഇതാണ് ഗരുഡ. ആൻഡ് ഹിയർ വി ഹാവ് ഇത് ഉമാമഹേശ്വര. അങ്ങനെ ദേവിയാന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഞാൻ വളരെ ക്വിക്കായിട്ടാണ് എല്ലാം എടുത്തു പോകുന്നത്. കൂടുതൽ അറിയാവുന്നതിനെ പറ്റിയൊക്കെ അറിയാവുന്നതിന് എനിക്ക് പറഞ്ഞു തരിക. എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ ഗൈസ്. ഇത് കണ്ടിട്ട് ഹരിഹര മഹാരാഷ്ട്രയിൽ നിന്ന് 12th സെഞ്ചുറിയിൽ കൊണ്ടുവന്ന ശില്പമാണ്. 12th സെഞ്ചുറി കൊണ്ടുവന്ന ശില്പമാണ്. ഇത്രയും ഓൾഡസ്റ്റ് വൺ ആണ്. ഇത് അതിലും പഴയതായിരിക്കും കേട്ടോ. ഇത് 7th സെഞ്ചുറി കൊണ്ടുവന്നത്. എനിക്ക് കണ്ടറിയത് 7th സെഞ്ചുറി തന്നെ വന്നതായിരിക്കും. ഇത് ഇരുന്നിരുന്ന് കുറെ തീർന്നു പോയിട്ടുണ്ട്. ഇത് 7th സെഞ്ചുറി കൊണ്ടുവന്നാണ്. ഇത് സൂര്യഭഗവാന്റെ സ്റ്റാച്ചു ആണ്. പഴയ സൂര്യഭഗവാന്റെ സ്റ്റാച്ചു ഉണ്ടാക്കിയതാണ്. ഇത് ഫെയ്ത്തിന്റെ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അല്ല ഹിന്ദിയിൽ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഇത് ഹെഡ്സ് ആണ്. ഓരോ സെഞ്ചുറി 6th സെഞ്ചുറിയിലൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നവരുടെയൊക്കെ സ്റ്റാച്യൂസ് വെച്ചിരിക്കുന്നതാണ്. വാവ്. ഈ അപ്പിടാനിരിക്കുന്ന സെറ്റപ്പ് സാധനം കുബീർ. ഇത് കുബീർ എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി കേട്ടോ? കുബീറാണ്. ഇതൊക്കെ ബുദ്ധൻ തന്നെ. ഇതൊക്കെ ബുദ്ധനാണ്. ഇത് 3rd സെഞ്ചുറിയിലുള്ള ബുദ്ധനാട്ടോ. 3rd സെഞ്ചുറി. ഇതെല്ലാം ബുദ്ധന്മാരാണോ? അറ്റ്ലസോ
ഇത് ചാരുലത. ഇത് ചാരുലതയുടെ സ്റ്റാച്ചു ആണ്. സാൻഡ്സ്റ്റോൺ ആണ്. ഇത് സാൻഡ്സ്റ്റോൺ ആണ്. ഇത് അറ്റ്ലസ് നമുക്കെല്ലാം അറിയാലോ. അറ്റ്ലസിന്റെ എനിക്കൊന്ന് ഒരു കുഞ്ഞു വേർഷൻ ആട്ടോ. ഇത് ഏറ്റവും ചെറിയ വേർഷൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ വേറെ എവിടെ നിന്നും കണ്ടിട്ടുണ്ടല്ലോ ഈ സാധനം. TV ആയിരിക്കും, പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ സാധനം. ഇതും എന്താണ് ക്രൗണ്ടഡ് ബുദ്ധയാണ്. ഇത് കണ്ടൊരു കിരീടം വെച്ചിട്ടുള്ള ഒരു ക്രൗണ്ട് വെച്ചിട്ടുള്ള ഒരു ബുദ്ധയാണ്. ഇത് 5th സെഞ്ചുറിയിലുള്ള അല്ല, എനിക്കൊന്ന് എല്ലാം ഒരു കുറേ ഓൾഡ് സെഞ്ചുറിയിലുള്ള സാധനങ്ങളാണ്. ദിസ് ഇസ് ഓൾസോ സരസ്വതി, ദ ഗോഡ്നസ് ഓഫ് ലേണിംഗ്. സരസ്വതി പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ സരസ്വതി എഴുതിപ്പിക്കില്ലേ, അതാണിത്. സരസ്വതിന്റെ സ്റ്റാച്ചു ആണിത്. ഇത് 12th സെഞ്ചുറിയിലുള്ളതാണ്. ഇത് ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ട്. ഈ സാധനം TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതും 11th സെഞ്ചുറിയിൽ കർണാടകയിൽ നിന്ന് വന്നതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിൽ നിന്ന് വന്ന സാധനമാണിത്. ഇത് സപ്തമാത്രക്കയോ അങ്ങനത്തെ സാധനമാണിത്. പക്ഷെ ഞാൻ ഇവിടേക്ക് ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ട്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സാധനമല്ലേ, കർണാടകയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ ഇത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കൊണ്ട് എല്ലാം കണ്ടുകൊണ്ട് എനിക്ക് കുറേ സീരിയസ്ലി ഓണസ്റ്റ്ലി ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയല്ല. പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മിസ്സായാൽ പിന്നെ ഒരു മുംബൈയിലോട്ടുള്ള വരവ് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ മാക്സിമം കാണാൻ പറ്റുന്നതൊക്കെ കണ്ടിട്ട് പോവാം. ആകെ ലൈഫിൽ എപ്പോഴേലും കുറച്ച് മെമ്മറീസിൽ ഉണ്ടാവുക ഇങ്ങനത്തെ ട്രാവൽസ് മാത്രമായിരിക്കും. സോ നിങ്ങൾ എവിടെയെങ്കിലും ഗൈസ് പോവുകയാണെങ്കിൽ പ്ലീസ് അവിടെയുള്ള പറ്റുന്ന സ്ഥലങ്ങൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, ചെറിയ സ്ഥലങ്ങളോ ആയിക്കോട്ടെ, പ്ലീസ് നിങ്ങൾ പോയി കാണാം, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതൊക്കെ പഴയ സാധനങ്ങൾ, ഇതൊന്നും നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ഒരിക്കലും കാണില്ല. അതുകൊണ്ട് പോയി കാണാം കേട്ടോ. ഇതിങ്ങനെ കയറി ഞാനിപ്പോൾ എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. ഇതിൻ്റെ മേലേക്കും കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനെ റൈറ്റ് സൈഡിലേട്ടും ലെഫ്റ്റ് സൈഡിലേട്ടും പോയിട്ട് നമുക്ക് കറങ്ങി വരട്ടെ, നോക്കട്ടെ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ പഴയ ആദിവാസി ടൈപ്പ് ട്രൈബലിൻ്റെ ഒക്കെ ഒരു ഗൂർ ഡാൻസ് എന്നാണ് ഇതിനെ പറയാം. അതിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്.
കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇങ്ങോട്ട്. ഇത് പാത്രം സെറ്റപ്പ് ചെയ്യാൻ തോന്നുന്നു. ഡൈനിങ് ടേബിളോ എന്തൊക്കെയോ ഐറ്റംസ്. ആ ഇതെന്താ സാധനം മനസ്സിലായോ? ഇതാണ് സാധനം. ആനപ്പുറത്ത് കൊണ്ടുപോകുന്ന സാധനമാണിത്. ഇത് കഴിഞ്ഞാൽ മേലെ ആനപ്പുറത്ത് വെച്ച് കെട്ടിയിട്ട് ഇതിന്റെ മേലെ കയറിയിട്ട് രാജാവ് ഇരിക്കും. അതുണ്ട് മേലെ സാധനമുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്ന സാധനമാണിത്. ഫോട്ടോയിൽ കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ പർപ്പസ് ഇതാണ്. ഇതിന്റെ മേലെ ഇരുത്തിയിട്ട് വേണം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇത് അവാർഡ് ഓഫ് എക്സലൻസിന്റെ ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു ശങ്കരാലയ മ്യൂസിയത്തിന്റെ ഒരു സ്റ്റാച്ചു ആണ്. ഇത് മൊത്തം മരത്തിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. കണ്ടിട്ട് മരം പോലെ ഉണ്ട്. യെസ്, മരത്തിൽ തന്നെയാണ്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇതൊക്കെ എന്തോ സ്റ്റോണുകളൊക്കെ ഉണ്ട് ഇവിടെ. അലക്കൊന്നും അല്ല തോന്നുന്നു. ഇത് വേറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അറബിയിലാന്ന് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ട്. അവിടുത്തെ പറ്റിയുള്ള ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 19th സെഞ്ച്വറിയിലുള്ള ഒരു ക്ലോക്കാണ്. ഇവിടെ എല്ലാം പഴയ സാധനങ്ങളോ പുതിയ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. കൊള്ളാം. സായിപ്പണ്ണൻ എന്തോ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. ഇതാണ് ഭണ്ഡാരപ്പെട്ടി. കുടുക്കയാണോ ഇത്? അല്ല, ഇത് റൈറ്റിംഗ് ബോക്സാ. ഇത് തോന്നേ ഇത് തുറന്നു വെച്ച് ഇതിന്റെ മേലെ വെച്ചിട്ടാ എഴുതുന്നേന്ന് തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് എന്ത് ഡീറ്റെയിലിംഗ് ആയിട്ടാ ഇവര് കൊത്തുപണി ചെയ്തേക്കണം. നോക്ക് ചെറിയ ചെറിയ ഉള്ളിൽ പോലും കിടക്കുന്നേ ഓരോരോ രൂപങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കണം. നോക്കും. വാവ്, കൊള്ളാം. ഇതെന്നെ സാധനം. ഇതെന്തോ വലിയ സെറ്റപ്പ് സാധനം കേട്ടോ. ഇത് ഫോട്ടോസാ. ഫുൾ ഫോട്ടോസിന്റെ ഒക്കെ ഏരിയ തോന്നുന്നു. വേണ്ടിട്ട് ഇത് എന്തോ സാധനം നാച്ചുറൽ കളേഴ്സ് ആണ്. നാച്ചുറൽ കളേഴ്സ് വെച്ചിട്ടുള്ള ഗോൾഡ് ലീഫ് ഇങ്ങനെയൊക്കെ സാധനങ്ങളാണ്. ഇത് മൊത്തം പെയിന്റിങ്സ് ആട്ടോ. ഫുള്ള് പെയിന്റിങ്സ് ആണ്. പെയിന്റിങ്സോട് പെയിന്റിങ്സ്. ഇത് മറ്റേ ഹുക്ക. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റേ സേർട്ട് വലിക്കുന്ന സാധനം. പഴയ ഹുക്ക. മദ്യമൊക്കെ ഒഴിച്ച് വെക്കുന്ന പഴയ ലിക്കർ ബോട്ടിൽ. ഇപ്പോൾ കുറച്ചൊരു മോഡേൺ ആയി. പഴയ ആർട്ട് വർക്ക്. ഇന്ത്യൻ മിനിയേച്ചർ പെയിന്റിങ്. ഇത് 3D പോലത്തെ പഴയ എന്തോ സാധനം തോന്നിട്ടുണ്ട്. 3D കണ്ടോ? ഇത് പഴയ ഫോട്ടോസാ. എല്ലാം ദൈവങ്ങളുടെ രൂപ. വേൽമുരുകൻ, അറിയാവുന്ന കുറെ കാളി ദൈവങ്ങള് എല്ലാരും ഉണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇങ്ങനത്തെ പഴയ സ്റ്റാച്യൂസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഭയങ്കര അടിപൊളി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി വന്നു. ഞാനിപ്പം ഇവിടുന്ന് എല്ലാം കണ്ട് ഇറങ്ങി പുറത്തേക്ക് പോവാണ്. ഇതിന് മേലെയൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഞാൻ വിസിറ്റ് ചെയ്തു. ഞാൻ ഒരു ലോങ് വീഡിയോ ആക്കുന്നില്ല, നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഒരു ഷോർട്ട് വീഡിയോ ആക്കി. ഷോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇത് മോർ ദാൻ 10 മിനിറ്റ്സിൻ്റെ മേലെ ഉണ്ടാവും. ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഉണ്ടാവും. എല്ലാവരും ക്ഷമയോട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് കാണുക. ഫാമിലിയോട് കൂടി ഇരുന്ന് കാണുക.